നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ശാന്തിമഠം ഉദ്ഘാടനവും നടന്നു. ശാന്തിമഠം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേലം തരിശുപടവിൽ വിളവെടുപ്പ് നടത്തി. ചേർപ്പ് ADA CD മാലിനി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് കളി ഉപകരണങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, പായ എന്നിവയും വയോജനങ്ങൾക്ക് കട്ടിലുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് ഭോജനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കിഴുപ്പുള്ളിക്കര NSS ALP സ്കൂളിൽ ശതാബ്ദി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശതാബ്ദി ആഘോഷം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ശാന്തിമഠം ഉദ്ഘാടനവും നടന്നു. ശാന്തിമഠം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും എഴുന്നള്ളിപ്പും നടന്നു. പുലർച്ചെ നടതുറപ്പ്, തുടർന്ന് നിർമാല്യ ദർശനം, 25 കലശം, പഞ്ചഗവ്യം, നിറമാല, തുടർന്ന് ശ്രീഭൂതബലി, വിശേഷാൽ കളഭാഭിഷേകം, രാവിലെ മുതൽ പ്രസാദ ഊട്ടും നടന്നു. വൈകിട്ട് നടതുറപ്പ്, ദീപാരാധന, അത്താഴപൂജ, തുടർന്ന് ശ്രീധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും നടന്നു. ശാന്തിമഠത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ, അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊച്ചിൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ, MR ബിനി, ചാത്തക്കുടം മേള പ്രമാണി പെരുവനം സതീശൻ മാരാർ, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, M രാജേന്ദ്രൻ, മുല്ലപ്പള്ളി സുധാകരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ ശാന്തിമഠം നിർമ്മിക്കുന്നതിനായി 5 സെന്റ് ഭൂമി വഴിപാടായി നൽകിയ ഷിനോബിൻ കാങ്കപ്പറമ്പിലിനെയും ശാന്തിമഠം നിർമ്മാണം എഞ്ചിനീയറിംഗ് കോൺട്രാക്ട് സൂപ്പർവിഷൻ സൗജന്യമായി ഏറ്റെടുത്ത വിജയൻ P നമ്പ്യാരെയും കഴിഞ്ഞ 20 വർഷത്തോളമായി പൂരം സദ്യ വഴിപാടായി സമർപ്പിച്ചു വരുന്ന ദിനേശ് വടക്കത്തിനെയും സമിതി ആദരിച്ചു. സമിതിയുടെ ഭാവി നവീകരണ പ്രവർത്തനങ്ങളിലൊന്നായ നടപ്പുരയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ചേലം തരിശുപടവിൽ വിളവെടുപ്പ് നടത്തി. ചേർപ്പ് ADA CD മാലിനി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് PP ബിജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ നിവേദ്യ, കൃഷി അസിസ്റ്റന്റ് ശ്യാമ T രവി, പടവ് സെക്രട്ടറി TK രാജു, ജോയിന്റ് സെക്രട്ടറി VS രഞ്ജിത്ത്, PK അബ്ദുള്ള, AS ഉണ്ണികൃഷ്ണൻ, U രാജൻ, ഷാജിദ ഗോപിനാഥ്, PK കുട്ടമോൻ, KC മജീദ്, PR പ്രമോദ്, TA ഷരീഫ്, PD ആന്റണി, AG ജ്യോതി ബസു എന്നിവർ സംസാരിച്ചു. തുടക്കത്തിൽ വ്യതയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പെടാനുള്ളതിനേക്കാളും മുമ്പ് തന്നെ ഇവർ പണി ആരംഭിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിൽ കുറച്ച് നാൾ മോട്ടോർ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൃഷി ആരംഭിച്ചതിന് ശേഷം കുറച്ച് രോഗകീട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അത് നമ്മൾ കൃഷി വകുപ്പും സമയബന്ധിതമായി ഇടപെട്ട് യൂണിവേഴ്സിറ്റി അധികൃതരെയൊക്കെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കുക. അത് അപ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യാനും പറ്റി. അങ്ങനെ എന്തായാലും ഇന്ന് ഒരു വിളവെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. എത്രയും പെട്ടെന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ വിചാരിച്ച പോലെ കൊയ്ത്ത് നടത്തി എല്ലാ കർഷകർക്കും നല്ല വിളവ് ലഭിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. വർഷം നമ്മൾ ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിലുള്ള ചേലം തരിശുപടവ് ഉൾപ്പെടുന്ന 400ഓളം ഏക്കർ വരുന്ന പടവിൽ ആദ്യത്തെ കൊയ്ത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കർഷകർക്ക് ഒരു നല്ലൊരു വിളവ് ലഭിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി നല്ലൊരു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് കളി ഉപകരണങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, പായ എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഭോജനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,95,000 രൂപ ചെലവഴിച്ചാണ് ഇവ വിതരണം ചെയ്തത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ രമേശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ അനിത അനിലൻ, അംഗങ്ങളായ അൽഫോൺസ, ധന്യ സുനിൽ, പ്രിയലത പ്രസാദ്, PP ശ്രുതി, PS വനജ, ജയ, ICDS സൂപ്പർവൈസർ PA ഷമീന എന്നിവർ സംസാരിച്ചു.
കിഴുപ്പുള്ളിക്കര NSS ALP സ്കൂളിൽ ശതാബ്ദി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷം സംഘടിപ്പിക്കുക. ശനിയാഴ്ച വൈകിട്ട് 4 നടക്കുന്ന ശതാബ്ദി ആഘോഷ ഉദ്ഘാടന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. സ്മരണിക പ്രകാശനം ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ CP സാലിഹ് നിർവഹിക്കും. ഞായറാഴ്ച നടക്കുന്ന 100ന്റെ നിറവിൽ 100 ആദരം എന്ന പരിപാടി രാവിലെ 10-ന് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിക്കും. 2 ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ KR മണി, PTA പ്രസിഡന്റ് സജിത ബിജു, പ്രധാനാധ്യാപിക KS ലേഖ, OSA ട്രഷറർ അബ്ദുൾ മജീദ് കാരേക്കുളം എന്നിവർ പങ്കെടുത്തു. 1924 സ്ഥാപിതമായ നമ്മുടെ സ്കൂളിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഉയർന്ന നിലയിൽ പഠിച്ച് വിദേശങ്ങളിലും അതുപോലെ തന്നെ ലോകത്തെമ്പാടും ജോലി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ വീടാന്തരം നടന്ന് ആ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അതുപോലെ തന്നെ ധാരാളം പാവപ്പെട്ട ഒരു നിലയിലും ആദരവ് കിട്ടാത്ത ധാരാളം 80 വയസ്സ് 90 വയസ്സുള്ള നമ്മുടെ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അവരെ കൂടി നമ്മുടെ സ്കൂളിൽ എത്തിച്ച് അവർക്ക് ഇന്നവരെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ 100ൽ 100 ആദരം എന്ന ഈ പരിപാടിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് അടിമുടി പരിഷ്കരിച്ച് ഉത്തരവിറങ്ങി. 4 ചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ലഭിക്കാൻ ഇനി H മാത്രം എടുത്താൽ പോരാ. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റുള്ള വാഹനങ്ങളും വൈദ്യുതി വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഇത് സംബന്ധിച്ച ഉത്തരവ് ഗതാഗത കമ്മീഷണർ S ശ്രീജിത്ത് പുറത്തിറക്കി. പ്രതിദിനം ഒരു MVIയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം 30 നിജപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം 15 വർഷമാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള വണ്ടിയായിരിക്കണം. 99 cc മുകളിലായിരിക്കണം. ഹാൻഡിൽ ബാറിൽ ഗിയർ സെലക്ഷൻ സംവിധാനമുള്ള മോട്ടോർ സൈക്കിൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം 15 വർഷമാക്കി. 15 വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾ മെയ് 1 മുൻപ് മാറ്റണം. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഗ്രൗണ്ടിൽ റോഡ് ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായി കണക്കാക്കും. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം 30 നിജപ്പെടുത്തി. 20 എണ്ണം പുതിയ അപേക്ഷകരും 10 എണ്ണം നേരത്തെ പരാജയപ്പെട്ടവരും. 30 എണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കും. ലേണേഴ്സ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇതനുസരിച്ച് നിജപ്പെടുത്തണം. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത ഡാറ്റ മോട്ടോർ വാഹന വകുപ്പിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം. ഡാറ്റ 3 മാസം സൂക്ഷിക്കണം. മെയ് 1 മുതൽ തീരുമാനം നടപ്പിലാക്കണം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽപ്പെട്ട പാർട്ട് 1 ഡ്രൈവിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ട്രാക്കിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, ഗ്രേഡിയന്റ് ടെസ്റ്റ് എന്നിവ പ്രത്യേക ട്രാക്കിൽ നടത്തണം. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരായി സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അവണിശ്ശേരി പഞ്ചായത്ത് 6-ാം വാർഡിൽ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വാരിത്തുപണിയിൽ സരള വേലായുധന്റെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. മുളക്, തക്കാളി, വഴുതിന, ചീര, പയർ, വെള്ളരി എന്നിവയാണ് വിളവെടുത്തത്. പഞ്ചായത്ത് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു. രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ കഴിയാത്തവർ പള്ളികൾ പൊളിക്കാനുള്ള തിരക്കിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹസന്ദേശ യാത്രയുടെ നാട്ടിക ബ്ലോക്ക് പര്യടനം അന്തിക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ വാദങ്ങളല്ലാതെ മോദിയുടെ കീഴിൽ രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി? തൊഴിലില്ലായ്മ കൊണ്ട് യുവാക്കൾ പൊറുതിമുട്ടി. 10 വർഷത്തെ ഭരണനേട്ടം പറയാനില്ലാത്തവർ പുതിയ അജണ്ടകൾ സൃഷ്ടിക്കാനുള്ള തിരക്കിലാണ്. ഒരാൾക്കും തൃശൂർ വിട്ടുകൊടുക്കില്ലെന്നും ഈ നാട് തീരുമാനമെടുത്തതാണ്. BJP, RSS, സംഘപരിവാർ സംഘടനകളുടെ വേട്ടയാടലിന് പാർലമെന്റിനകത്തും പുറത്തും വിധേയമായിക്കൊണ്ടിരിക്കുന്ന TN പ്രതാപൻ MPയെ
BJPയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വ്യക്തിപരമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പരോക്ഷമായ BJP പിന്തുണയ്ക്ക് തുല്യമാണ്. ഇത് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തൃശൂരിലുണ്ടെന്നതാണ് മതനിരപേക്ഷതയുടെ ആശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. അനിൽ പുലിക്കൻ ആമുഖ പ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, അനിലക്കര, CC ശ്രീകുമാർ, നിർമ്മല, സുനിൽ ലാലൂർ, ഡോക്ടർ സോയ ജോസഫ്, K ദിലീപ് കുമാർ, NS അയ്യൂബ്, CM നൌഷാദ്, KA ഹാറൂൺ റഷീദ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, KB രാജീവ്, P വിനു എന്നിവർ സംബന്ധിച്ചു. പെരിങ്ങോട്ടുകര, തൃപ്രയാർ, കഴിമ്പ്രം, കോതകുളം ബീച്ച്, നാട്ടിക ഫിഷറീസ് സ്കൂൾ പുതിയങ്ങാടി, കൈതക്കൽ എന്നിവിടങ്ങളിലൂടെ യാത്ര തളിക്കുളം സെന്ററിൽ സമാപിച്ചു. ശോചനീയാവസ്ഥയിലായ വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബം ഇനി സ്വകാര്യ വ്യക്തി നിർമ്മിച്ചു നൽകിയ പുതിയ വീടിന്റെ ആശ്വാസത്തണലിൽ. അരിമ്പൂർ വെളുത്തൂർ നമ്പൂർക്കാവ് ക്ഷേത്രത്തിനു സമീപം മൂപ്പശ്ശേരി രമണിക്കും കുടുംബത്തിനുമാണ് വീട് ലഭിച്ചത്. ഇവർ മുൻപ് താമസിച്ചിരുന്ന വീടിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കരുനാഗപ്പള്ളി സ്വദേശി മുനീർ S അറയ്ക്കലാണ് 7 ലക്ഷം രൂപ ചിലവഴിച്ച വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം രശ്മി പോൾ നിർവഹിച്ചു. മുൻ മന്ത്രി MA ബേബി, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വെളുത്തൂർ വില്ലേജ് ഓഫീസർ പ്രീതി ഗോപാൽ, വാർഡ് അംഗം ഷിമി ഗോപി, മുൻ അംഗം ES രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എടക്കുന്നി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്രം തന്ത്രി ഹരി നമ്പൂതിരിപ്പാട്, മേൽശാന്തി സുന്ദരേശൻ എമ്പ്രാന്തിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെയും വൈകിട്ടുമായി എടക്കുന്നി ബാലസമാജം, തെക്കുമുറി ബാലസമാജം, വടക്കുമുറി ദേവി സമാജം, മണലാർ നടുമുറി ശ്രീനാരായണ സമാജം, ആര്യക്കുളങ്ങര ബാലസമാജം, ആര്യക്കുളങ്ങര വിഷ്ണു സമാജം, പുത്തൻപാടം യുവജന സമാജം എന്നിവിടങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. നിരവധി ഭക്തർ പങ്കാളികളായി. കയ്പമംഗലം സുജിത് ബീച്ച് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബസ് ആക്രമിക്കപ്പെട്ടു. രാത്രി 11 മണിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പിന്റെ ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. റോഡിലിരിക്കുകയായിരുന്ന സന്തോഷ് എന്നയാളെയും മർദ്ദിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വഞ്ചിപ്പുര ബീച്ചിലെത്തിയ സംഘം കിഴക്കേടത്ത് ജയശാഖന്റെ വീടിന്റെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ ഉച്ച മുതൽ മേഖലയിൽ ചിലർ തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. കയ്പമംഗലം കമ്പനിക്കടവിൽ വീണ്ടും കടലാമയുടെ ജഡം കരക്കിടിഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കമ്പനിക്കടവിന് വടക്കുഭാഗത്ത് കടലാമയുടെ ജഡം കണ്ടത്. വൈകിട്ട് കടൽ കാണാനെത്തിയവരാണ് തിരമാലയോടൊപ്പം കരയിലേക്ക് അടിച്ചുകയറിയ നിലയിൽ ചത്ത കടലാമയെ കണ്ടത്. ഏതാനും ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കടലാമയുടെ ജഡവും കരയ്ക്കടിഞ്ഞിരുന്നു. മുട്ടയിടാനോ മറ്റോ കരയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചതാകാം കടലാമ ചത്തതെന്ന് കരുതുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 5 രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ ചേർപ്പ് വ്യാപാര ഭവനിലാണ് ക്യാമ്പ്. ഭക്ഷ്യവിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഉടമകളും ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമായ സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പങ്കെടുക്കാൻ അവസരം. ഒരാൾക്ക് 400 രൂപയാണ് ഫീസ്. വിശദ വിവരങ്ങൾക്ക് 871424398 എന്ന നമ്പറിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വിളിക്കാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5760 രൂപ, പവന് 46,000 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും.
ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ശാന്തിമഠം ഉദ്ഘാടനവും നടന്നു. ശാന്തിമഠം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേലം തരിശുപടവിൽ വിളവെടുപ്പ് നടത്തി. ചേർപ്പ് ADA CD മാലിനി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് കളി ഉപകരണങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, പായ എന്നിവയും വയോജനങ്ങൾക്ക് കട്ടിലുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് ഭോജനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കിഴുപ്പുള്ളിക്കര NSS ALP സ്കൂളിൽ ശതാബ്ദി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശതാബ്ദി ആഘോഷം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.